വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഒരു അഫ്ഗാനി പനീർ ഉണ്ടാക്കിയാലോ. വഴറ്റാനായ സാധനങ്ങൾ: 2 സബോള, 2 പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് മല്ലിയില. ആദ്യം നമുക്ക് പനീറിനെ കുറച്ച് ചതച്ച മുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അവ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ വറുത്തെടുക്കാം. അതിനുശേഷം അതേ പാനിലേക്ക് തന്നെ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് സബോള ഇട്ട് കൊടുക്കാം. സബോള വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അവ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം നന്നായി വഴറ്റി കഴിഞ്ഞതിന് ശേഷം ഇവയൊന്ന് തണുക്കാനായി മാറ്റി വയ്ക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഈ മിശ്രിതത്തെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതുപോലെ ഇരിക്കും അരച്ചെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികളാണ് ചേർക്കേണ്ടത്. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കാശ്മീരി മുളക്, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടി. പിന്നെ ഇതിലേക്ക് ഇനി 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കണം. ഇവയെല്ലാം ചേർത്തതിന് ശേഷം നമുക്കിവയെ നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇവ നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അതിനുശേഷം അതേ പാനിൽ തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ചേർത്ത് പാനൊന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഏലക്ക, പട്ട, ഗ്രാമ്പു എന്നിവ ഇട്ട് കൊടുക്കാം. അവയുടെ പച്ചമണം ഒന്ന് മാറുമ്പോൾ നമുക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ മിശ്രിതം ഒഴിച്ചതിന് ശേഷം അവയൊന്ന് പച്ചമണം മാറുമ്പോൾ നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. അപ്പോഴേക്കും പനീറിലേക്ക് ഇവ മസാലയെല്ലാം പിടിച്ചിട്ടുണ്ടാവും. കുറച്ച് കസൂരി മെത്തിയും കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുക്കാവുന്നതാണ്. നമുക്കിത് വേഗം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു വിഭവവുമാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും ഒക്കെ ഇഷ്ടപ്പെടും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം.